എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പൂരമായിരുന്നു മാർച്ച് 10. അപ്പോൾ മാർച്ച് 9 തലേ ദിവസം ഞങ്ങളുടെ പൂരത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ നിറഞ്ഞൊരു വീഡിയോ കേട്ടോ. ഒരുക്കങ്ങളും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പൂരത്തിന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വരവുണ്ട്. കാളയും വെളുക്കാട്ടാട്ടോ. ഇന്ന് വൈകുന്നേരം കാളൊക്കെ സെറ്റ് ചെയ്യണം കേട്ടോ. അത് ഈ റോട്ടുമെന്നാണ് കാളൊക്കെ സെറ്റ് ചെയ്യണത്. അപ്പോൾ ഞങ്ങൾ അവിടെ അടിച്ചോരി വെള്ളമൊക്കെ നനച്ചിടുക കേട്ടോ, പൊടി പറയാതിരിക്കാൻ വേണ്ടിയിട്ട്. ഫ്രണ്ടിൽ ഏകദേശം അടിച്ചോരലൊക്കെ കഴിഞ്ഞിട്ട് ഇനി കുറച്ച് ഭാഗം ഉണ്ട്, അത് അമ്മ അടിച്ചോരാ പറഞ്ഞു. ഞാൻ നേരെ എന്നിട്ട് ബാക്കിക്ക് വന്നു കേട്ടോ. ഇവിടെയാണ് ഫുഡ് കൊടുക്കുന്നത്. പിന്നെ വെളക്കാട്ടത്തിൻ്റെ ആൾക്കാരൊക്കെ വന്ന് റെസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സെറ്റ് ആക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനും കണ്ണേട്ടനും കൂടിയിട്ട് അവിടെയൊക്കെ ശരിയാക്കിയായിരുന്നേ. ഞാൻ അടിച്ചോരാ, കണ്ണേട്ട അവിടെ കുറച്ച് കല്ലൊക്കെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. 2 ദിവസം മുന്നെയാണ് ഞങ്ങൾ പൂച്ചക്കൂട് ഉണ്ടാക്കിയത്. പൂരത്തിൻ്റെ സമയത്തൊക്കെ പൂച്ചകൾ എന്തായാലും കൂട്ടിൽ തന്നെ ആക്കണം. ഞങ്ങൾക്ക് കുഴപ്പമില്ല, പക്ഷേ വരുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ പൂച്ചക്കൂട് ഉണ്ടാക്കി. എന്തായാലും കൂടുണ്ടാക്കണമെന്ന് കുറേ ഇങ്ങനെ വിചാരിക്കുന്നത്. അതിന് ഞങ്ങൾ പൂരത്തിൻ്റെ സമയമായപ്പോൾ തന്നെ കൂടുണ്ടാക്കി പൂച്ചകളൊക്കെ അതിലാക്കിട്ടോ. അപ്പോൾ അതിൻ്റെ മറ്റേ കമ്പിയൊക്കെ നിർത്താൻ വേണ്ടി വെച്ച കല്ലൊക്കെ കണ്ണാട്ട അവിടെ ഒതുക്കി വെച്ച് പിന്നെ ഞാൻ അവിടെ അടിച്ചോരി. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇനി തിരൂർ പോകാട്ടോ. അതിൻ്റെ ചേച്ചി കേട്ടോ ആയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരുമിച്ച് സീറ്റ് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടിരുന്ന് ഞങ്ങൾ ഇനി തിരൂർ പോവാണ്. തിരൂരിൽ നിന്നാണ് ഞങ്ങൾക്ക് ഇനി സാധനം മേടിക്കാനുള്ളത്. അപ്പോൾ ഇനി തിരൂർ എത്തിയിട്ട് കാണാം. അങ്ങനെ നീണ്ട 3/4 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ തിരൂർ സ്റ്റാൻഡിലെത്തിയിട്ട് ഞങ്ങൾ നേരെ ഗൾഫ് മാർക്കറ്റിൽ കേട്ടോ പോണത്. എൻ്റെ ഐഫോണിൻ്റെ കവറ് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മെയിനായിട്ട് തിരൂർക്ക് വന്ന കാര്യം കവറ് മാറ്റണം, പിന്നെ ക്യാമറയ്ക്ക് ഗ്ലാസ് ഇടണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് വന്നത്. ഇവിടെ ചീപ്പ് റേറ്റിന് നല്ല ക്വാളിറ്റി ഉള്ള കവറും ഗ്ലാസ്സൊക്കെ കിട്ടും. ഞങ്ങൾ ഫോണിൻ്റെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അപ്പോൾ തിരൂരൊക്കെ വരാം കേട്ടോ. ഇവിടെ കുറേ കടകളുള്ളതുകൊണ്ട് ഭയങ്കര കൺഫ്യൂഷൻ കേട്ടോ, ഏതിൽ കയറുക ഏതിന്നാ മാറ്റുകയെന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ ഉള്ളിലൊരു കട കണ്ടു. അതിൽ കയറി 2 ഫോണിനും കവർ മാറ്റാണ്ടായിരുന്നു. പിന്നെ ഏട്ടനും അനിയനും കവർ എടുക്കണ്ടായിരുന്നു. അതൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ നേരെ പോന്നു കേട്ടോ. അവിടുന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഷൂ എടുക്കാനായിരുന്നു. എനിക്ക് പൂരത്തിന് ഇടാനൊരു ഷൂ വേണമായിരുന്നു. കടയിൽ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു ഷൂ പറ്റിയിട്ടോ. ആ ഷൂ തന്നെ ഞാൻ എടുത്തു. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ മാമിക്ക് ഒരു ഷൂ എടുക്കാണ്ടായിരുന്നു. മാമിക്ക് ഇങ്ങനത്തെ ഷൂ നോക്കിയത്, പക്ഷേ മാമിയുടെ കാലിൻ്റെ സൈസിന് മാച്ച് ഉണ്ടായിരുന്ന ഷൂ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്താ ഞാൻ അടുത്ത ഷൂ ആട്ടത്. ഇതെങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? വൈറ്റ് ഷൂ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഫസ്റ്റ് ഇംപ്രഷൻ ഇത് ബെസ്റ്റ് എന്നല്ലേ. ഞാൻ കടയിൽ കയറി ഷൂ വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ ഷൂ ആ കണ്ടത് കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, അതന്നെ എടുത്തിട്ട് പോകുന്നു. സ്വാഭാവികം. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് കണ്ണാട മേടിക്കാനാട്ടോ. പൂരല്ലേ, കളറാവണ്ടേ, കണ്ണാടല്ലേ അത് എന്ത് പൂരം. അങ്ങനെ ഞങ്ങൾ എല്ലാവർക്കും കണ്ണാടൊക്കെ വാങ്ങിച്ചു. നേരെ പോയി അവലുമില്ലി കുടിക്കാൻ. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. സമയം 6:15 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ SP-യും ചേച്ചി നോർമലാട്ടോ പറഞ്ഞത്. SP ആയതുകൊണ്ട് എനിക്ക് ആദ്യം കിട്ടി, നോർമൽ കുറച്ച് ലേറ്റ് ആയിട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് ആലോചിച്ചു, ബസ്സിന് പോകണോ ട്രെയിനിന് പോകണമെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, ട്രെയിനിന് പോകാമെന്ന് വിചാരിച്ചു. ബസ്സിന് പോയാൽ 3/4 മണിക്കൂർ ബസ്സിലിരിക്കണം, ട്രെയിനിന് പോയാൽ ഏറിപ്പോയാൽ 10 മിനിറ്റ്. അപ്പോൾ ട്രെയിനല്ലേ ലാഭം. അപ്പോൾ നമുക്ക് കുറ്റിപ്പുറത്തിയിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറ്റിപ്പുറം എത്തി. ട്രെയിനിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ലേഡീസിൽ കയറിയിട്ടുണ്ടായിരുന്നേ. ഇനി ഇവിടെ നിന്നും കുറച്ച് സാധനം മേടിക്കാൻ കേട്ടോ. തിരൂർക്ക് ഞങ്ങൾ മെയിനായിട്ട് പോയത് ഫോൺ കവർ മേടിക്കാനും ഷൂ മേടിക്കാനും വേണ്ടിയിട്ടാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കും ഒരു ഫോൺ കവറും ഷൂ മേടിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര ലോങ് പോയിട്ട് വന്നേനെ. ഫോൺ കവർ അവിടെ നിന്ന് മേടിച്ച് 250 രൂപ കേട്ടോ. ആ സാധനം ഇവിടെ 350, 400 ആ റേഞ്ചാണ് വരുന്നത്. പിന്നെ ഷൂ ആണെങ്കിൽ 650 രൂപ ആയിട്ടായിരുന്നു. ഇവിടെ ആ സാധനത്തിന് ഞങ്ങളിവിടെ ചോദിച്ചു നോക്കുമ്പോൾ 1000-ൻ്റെ അടുത്തുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തിരൂരല്ല ലാഭം. ബസ്സിന് ഞങ്ങൾക്ക് രണ്ടാക്കും അങ്ങോട്ട് പോകുമ്പോൾ 50 രൂപയും ഇങ്ങോട്ട് ട്രെയിനിന് വരുമ്പോൾ 20 രൂപ ആയുള്ളൂ കേട്ടോ. അങ്ങനെ കുറ്റിപ്പുറത്തുനിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ ഒരു ഓട്ടോ വിളിച്ചിട്ട് വീട്ടിലേക്ക് പോകാം കേട്ടോ. ഞങ്ങളുടെ അവിടെ നിന്ന് പൂരത്തിൻ്റെ 3 വരവാട്ടോ പോണത്. ഒന്ന് മുട്ടിപ്പാലം, ഒന്ന് ഭഗവതിത്തറ ഞങ്ങളുടെ വീട്ടിൽ നിന്ന്, പിന്നെ ഒന്ന് സ്ഥാനക്കാള. അങ്ങനെ ഞങ്ങളെ വീട്ടിലത്തെ ഭഗവതിത്തറയുടെ കാള കേട്ടോ അതായി കാണുന്നത്. എങ്ങനെയുണ്ട് ഞങ്ങൾ കാള? അടിപൊളിയല്ലേ? ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. തലേ ദിവസം ഞങ്ങളെ പരിപാടി കഴിഞ്ഞിട്ടില്ല കേട്ടോ. വീട്ടിലെത്തി കുളിച്ച് ഫ്രഷായിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തേക്ക് പോവാണ്. ഇന്ന് അമ്പലത്തിൽ ഗാനമേള ഉണ്ട്. എല്ലാ കൊല്ലം പൂരത്തിൻ്റെ തലേ ദിവസം ഗാനമേള ഉണ്ടാവും. അപ്പോൾ ഇന്നും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഗാനമേളയ്ക്ക് പോവുകയാണേ. കോപ്പിറൈറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ പാട്ടൊന്നും ഇടുന്നില്ല കേട്ടോ. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടോ. ഞങ്ങൾ വരുന്നതിൻ്റെ മുന്നേ 2-3 പാട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ.
ഗാനമേള കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ. ഗാനമേള അടിപൊളിയായിരുന്നു എന്നും പറയാം, എന്നാൽ കൊള്ളൂല എന്നും പറയാം. സംഭവം സെറ്റായിരുന്നു, പക്ഷേ എല്ലാ കൊല്ലത്തെ പോലെ കൊണ്ട് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അടുത്ത പണി എന്ന് പറഞ്ഞാൽ കുരുത്തോല കെട്ടലാട്ടോ. അതായത് ഏട്ടന്മാരെ ഇവിടെ തകൃതിയിൽ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കുരുത്തോല കെട്ടൽ കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ഞങ്ങളുടെ വീട്ടിലത്തെ പൂരത്തിൻ്റെ ഒരു ആഘോഷമായിട്ടത്. ഇവർ കളിക്കുന്ന പാട്ടൊന്നും ഇവിടെ വെക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള സങ്കടം മാത്രമേ ഉള്ളൂ. എന്തായാലും എല്ലാവരും പുലർച്ചെ 3 മണി വരെ നീണ്ടു നിന്ന് ഞങ്ങളുടെ ഡാൻസൊക്കെ കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇപ്രാവശ്യത്തെ പൂരം തുടക്കിട്ടത് കേട്ടോ. തലേദിവസമല്ല, പുലർച്ചെ 3 മണിക്കാണ് ഈ ഡാൻസ് ഒക്കെ കേട്ടോ. ഒരാളും ഉറങ്ങിയിട്ടില്ല, അമ്മ മാത്രം ഉറങ്ങില്ല. അമ്മയൊക്കെ അത് സൗണ്ട് കേട്ടിട്ട് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന് ഇരിക്കുക കേട്ടോ അത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് ശരിക്കും ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വേറെ ഒരു പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ.